ആ അമ്മേ നിമ്മി ഒന്നിങ്ങ് വന്നേ. അതെ, നമ്മൾ ജോസേട്ടൻ ടൗണിൽ പുതിയ കട ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ 2 സാരി മേടിച്ചിട്ടുണ്ട്. നീയും അമ്മയും കൂടി നോക്കിയിട്ട് എടുത്തോ. സാരിയാ? ആ അടിപൊളി സാരിയാന്നല്ല. ഇത് എനക്ക് മതി, ഇത് അമ്മ എടുത്തോ. എടാ നിന്റെ ഏച്ചിക്ക് ഇത് നല്ല രസമുണ്ടാവും. അവൾ അന്നേ പറയുന്ന ഒരു കല്യാണം ഉണ്ട്, അത് നല്ല രസമുണ്ട്. അവൾക്ക് നല്ലോണം ചേരുവാ സാരി. ഇതൊന്ന് ഏച്ചിക്ക് കൊടുക്കേ, അവൾ അടുത്താഴ്ച വരുമല്ല. ഈ അമ്മേൻ്റെ ഉള്ളൊരു കാര്യം ഓടണേ, നമുക്ക് വേറെ മണിക്കാം. ഓക്കെ, സാരൂല, എനിക്കിപ്പോൾ ആവശ്യമൊന്നുമില്ലല്ലോ, നമുക്കിനി പിന്നെ വാങ്ങാം. ഏട്ടാ, നേരത്തെ കൊണ്ടുവന്ന സാരി നമുക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടാ. നീ അത് വിട്, അതവിടെ എടുത്തോട്ട്. അമ്മേൻ്റെ സ്വഭാവം നിനക്ക് അറിയുന്നല്ലേ. ഒന്ന് വേഗം നിന്ന് റെഡിയാവട്ടെ. നിന്റെ ഒരിക്കലും കഴിയുമ്പോഴേക്കാണ് സിനിമ ചെയ്യും. സിനിമക്ക് നിങ്ങളെ വിട്ട തന്നെ. ആ ഞാൻ റെഡിയാവുന്നുണ്ട്. എത്ര നാളായി നമ്മളൊന്ന് പുറത്തു പോയിട്ട്. ഇപ്പൊ റെഡിയാവേ? എന്നാ പിന്നെ നീ വേഗം റെഡിയാവ്, ഞാൻ അപ്പുറത്ത് വെക്കുക. ഓക്കെ. എടാ മോനെ ഒന്നേടാ നിന്നേ. ആ എന്നാണേ? നിന്റെ ഏച്ചി വിളിച്ചിനി, ഓളിപ്പ് ഇങ്ങോട്ട് വരുന്നുണ്ടോലും. നീ പോയിട്ടൊന്ന് അവളെ കൂട്ടിയിട്ടുണ്ടെന്നേ. അല്ലമ്മേ, ഞാൻ സിനിമക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നതായിരുന്നു. ആടെ അളിയനില്ലേ, അളിയൻ കൊണ്ടാക്കൂലേ ഓളാ? ഞാൻ തന്നെ പോണം കൂട്ടാൻ വേണ്ടിട്ട്. ഓനെ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? എനിക്ക് പോയാ പോരെ? അല്ലമ്മേ, രാത്രി ഒന്നും അല്ലല്ല, ഓക്ക് ബസ്സിന് വന്നാൽ പോരെ. എപ്പോ ഈ കാർ എടുത്തിട്ട് തന്നെ ഓളെ കൂട്ടിക്കൊണ്ടുവരുന്ന നോക്കുന്ന നിർബന്ധം. അങ്ങനെയാണെങ്കിൽ കളിയനോട് കൊണ്ടാക്കാൻ പറ. നീ എന്നിത് പറയണം. എനിക്കല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അമ്മേനെയും വേണ്ട ചേച്ചീനെയും വേണ്ട. ഓ തുടങ്ങി. അതെന്നാമ്മേ നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഞാൻ ഈ വീട്ടിലെ എല്ലാ കാര്യവും ചെയ്തു തരുന്നില്ലേ? ആയിക്കോട്ടെ, ഇനി അതിനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവന്നോളാം. എന്നോടാ കളി.